സോ റീസെൻ്റ്ലി നമ്മൾ ഗോയിസിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് താരിഫ് റേറ്റ്സിന്. ആൾക്കാർ ഒരുപാട് കൺസേൺസ് അതിന് പറയുന്നുണ്ട്, പെട്ടെന്നൊരു ചേഞ്ച് വ്യത്യാസം ഉണ്ടായെന്നൊക്കെ. അപ്പോൾ എന്താണ് അതിന് കാരണം ആൻഡ് വാട്ട് ഹാപ്പൻഡ്? കേരളത്തിലാണ് ഏറ്റവും മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഒരു താരിഫ് റേറ്റ് ഉണ്ടായിരുന്നത്. ഗോയിസിയുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഏറ്റവും ലോവസ്റ്റ് മിനിമൽ ആയിട്ടുള്ള റേറ്റിനാണ് പബ്ലിക്കിന് ഈ ചാർജിങ് യൂണിറ്റ്സ് കൊടുത്തിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി ഉണ്ടായ ഒരു റിവിഷൻ, KSEBയുടെ ഭാഗത്തുണ്ടായ റിവിഷനിലാണ് നമ്മളത് നിർബന്ധപരമായി നമ്മളത് ചെയ്യേണ്ടി വരികയാണ് ചെയ്തത്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് ന്യൂസ്, ബി ഓണസ്റ്റ്. ഞാനൊരു EV യൂസറാണ്, ഐ നോ ദ പെയിൻ. നമ്മൾ EV എടുക്കുന്നത് ലാഭത്തിന് വേണ്ടി വണ്ടി ഓടിക്കാൻ വേണ്ടിയാണ്. അതിൽ ₹1 മാറ്റം വരുന്നത് പോലും നമ്മുടെ കാൽക്കുലേഷൻസിനെയും പ്ലാനിങ്ങിനെയും അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അത് ബീൻ ഫോഴ്സ് ടു ഡു ദാറ്റ് എന്നുള്ളൊരു വാക്ക് എനിക്ക് അവിടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ സോളാർ അവേഴ്സും നോൺ സോളാർ അവേഴ്സും എന്ന് പറയുന്ന ഒരു താരിഫിൽ മാറിയപ്പോൾ ഏകദേശം മോർ ദാൻ ഡബിൾ എന്ന് പറയുന്ന ഒരു കോസ്റ്റിലേക്കാണ് അത് എത്തിയത് മൊത്തത്തിൽ. അപ്പോൾ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ നമുക്ക് ചെയ്തേ പറ്റൂ. ഇപ്പം നോർത്ത് ഇന്ത്യൻ സെക്ടേഴ്സിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എത്രയോ ഇരട്ടിയുടെ മുകളിൽ യൂണിറ്റ് സെയിലുകൾ നടക്കുന്നുണ്ട്, ആൾക്കാർ ഉപയോഗിക്കുന്നത്. കേരള എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് തുടങ്ങിയവരാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അതേപോലെ നല്ലൊരു എന്താ പറയുക, ഒരു സെല്ലിംഗ് യൂണിറ്റ് റേറ്റും കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് അധിക കാലമൊന്നും ഇല്ല, കുറയാൻ സാധ്യത ഉണ്ടോ? ഇത് ആസ് ഐ മെൻഷൻ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ റിന്യൂവബിൾ എനർജി വരുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഇതിലൊരു ബെറ്റർ റേറ്റിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ലാൻഡ് ചെയ്യാൻ കഴിയും. അതായത് KSEB വേണമെന്നുള്ളത് ഉറപ്പാണ്, പക്ഷേ ഒരു ബെറ്റർ റേറ്റ്. കാരണം പവർ പർച്ചേസിലുള്ള ആ ഒരു യൂണിറ്റ് റേറ്റുകളെ നമുക്ക് കൺട്രോൾ ചെയ്ത് മിനിമൽ ഒരു പ്രോഫിറ്റ് മാർജിനിൽ നിന്നുകൊണ്ട് എൻഡ് യൂസേഴ്സിന് ഏറ്റവും നല്ലൊരു റേറ്റിന് നമുക്ക് കൊടുക്കാൻ കഴിയും. അതിലേക്ക് എത്തണം. കാരണം അൾട്ടിമേറ്റ്ലി അതാണ് ഗോള്. ഞങ്ങൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ള എത്രയോ സാഹചര്യങ്ങളുണ്ട്. 2-3 ദിവസങ്ങളൊക്കെ ഫ്രീ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. എനിക്ക് തോന്നിയിട്ടൊരു ഗുഡ് ന്യൂസിലേക്കുള്ള ബാഡ് ന്യൂസ് ആണ് ഇപ്പോൾ സംഭവിക്കുന്നത് തോന്നുന്നു. ഇമ്മീഡിയറ്റ് ഉണ്ടാവുന്ന സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളെ നമുക്ക് ഫോളോ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ മാസീവ് ലോസ്. ഇത് നിലനിർത്തണ്ടേ? ചാർജസ് നമുക്ക് കൈയൊഴിയാൻ കഴിയില്ലല്ലോ, അല്ലേ? 2-3 മാസം നമ്മൾ നഷ്ടം സഹിച്ചുകൊണ്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള മാസങ്ങളിൽ നമ്മൾ നോക്കണ്ടേ? ഒരുപാട് ഫ്രാഞ്ചൈസികളും ഇൻവെസ്റ്റേഴ്സും ഒക്കെ വരുമ്പോൾ അവരുടെ പിന്നെ നമ്മളെ കണ്ടിട്ടല്ല ആൾക്കാർ വാലറ്റിൽ പൈസ ഇട്ടിട്ടില്ല, അവർക്ക് ഉപയോഗിക്കാൻ ചാർജസ് ലൈവായി നിലനിൽക്കണ്ടേ? അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗം വേറെ ഭാഗം. അൾട്ടിമേറ്റ്ലി ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻഡ് യൂസർ ഉപയോഗിക്കാതെ ഒരിക്കലും യൂണിറ്റ് സെയിൽ എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ അവിടെ നടക്കില്ല. സോ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ന്യൂസ്, വി നോ ദാറ്റ്, ബട്ട് വി വിൽ ബി കറക്റ്റിംഗ് ഇറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ്.